ബുദ്ധിമുട്ടില്ല എങ്കിൽ ഒരാൾ ചാടി പോകുന്ന സമയത്ത് ഗ്രേസ്ഫുൾ ആയിട്ട് അങ്ങ് ശരി. പറഞ്ഞു അപ്പോൾ വിടണം. ശ്രീ അങ്ങനെ ഇത് പ്രജി, അപ്പോൾ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കൂടുതലും മറുപടി പറയേണ്ടത് ഇരട്ടത്താപ്പുകൾക്കായിരിക്കും. പക്ഷേ ജനം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു, അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ വെറുതെ വൃഥാ വ്യായാമം നടത്തിയിട്ട് കാര്യമില്ല. എന്താ അല്ല, ഇത് ഇരട്ടത്താപ്പിനുള്ള മറുപടി ആയിരിക്കും കൂടുതലും നൽകേണ്ടി വരിക. കേൾക്കുന്നുണ്ടോ? എന്നോടാണോ? അതെ അതെ അതെ. ഞാൻ കേട്ടില്ല. എന്താ അല്ല, പാർട്ടിയുടെ ഇരട്ടത്താപ്പിനുള്ള മറുപടി ആയിരിക്കും കൂടുതൽ നൽകേണ്ടി വരിക എന്ന്. ഈ മഞ്ജുഷ ഇപ്പൊ ഈ അവസാനം പറഞ്ഞ കാര്യങ്ങളില്ലേ, ഓരോ ആളുകൾ പിന്നെ ഓരോ പാർട്ടിയിലേക്ക് പോകുന്നത്, എല്ലാ പാർട്ടിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. മാത്രമല്ല അതെ, അതാണ് ശ്രീത്ത് പറഞ്ഞത്. അല്ല, നിങ്ങളുടെ പാർട്ടി വിടുമ്പോൾ വർഗവഞ്ചക അല്ലേ, അങ്ങനെയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണെന്നാണ്. അല്ലാതെ വളരെ യഥാർത്ഥത്തിൽ എന്നെ പോലുള്ള ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളെ വളരെ ഒരു ദുർഘട സന്ധിയിൽ എത്തിക്കുന്ന ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ, ഈ ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ശ്രീജിത്ത് പണിക്കർ ഇപ്പൊ ഈ പറഞ്ഞത്. കാരണം ഞങ്ങളിപ്പോ ഏറ്റവും വലുതായി നേരിടുന്ന, അതായത് ഈ ഇടതുപക്ഷ നിരീക്ഷകൻ എന്നുള്ള പേര് മാധ്യമങ്ങൾ ചാർത്തി തന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇപ്പൊ രാഷ്ട്രീയ നിരീക്ഷകരായി പ്രൊമോഷൻ താങ്കൾ ആവശ്യപ്പെട്ടത് ആ കാരണമാണ് കേട്ടോ, രാഷ്ട്രീയ നിരീക്ഷകൻ എഴുതിയത്. പ്രതിസന്ധിയിലേക്കാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇപ്പോ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത്. കാരണം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒരു 3-4 ചോദ്യം ചോദിച്ചു ഫേസ്ബുക്കിൽ. അപ്പൊ ഒടുവിൽ ആ ചോദ്യങ്ങൾക്ക് ആരാണ് ഇടതുപക്ഷ നിരീക്ഷകൻ എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. അപ്പൊ അതിനൊക്കെ മറുപടി ഫേസ്ബുക്കിൽ എഴുതേണ്ട അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ശ്രീജിത്ത് പണിക്കർ ഈ തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചത്. അപ്പൊ അതിനകത്ത് ഞാൻ എഴുതിയ മറുപടി, ഈ തരത്തിൽ ബാലറ്റ് വിപ്ലവത്തിലൂടെ ഇടതുപക്ഷങ്ങൾ അധികാരത്തിലേറുമ്പോ ഇടതുപക്ഷത്തിന് ന്യായീകരിച്ച് കളയാം എന്ന് കരുതി മാധ്യമ ക്ഷണം സ്വീകരിച്ച ഒരു പൈസ പോലും പ്രതിഫലം കിട്ടാതെ മാധ്യമങ്ങൾ ഇടതുപക്ഷ നിരീക്ഷകൻ, ഇടത് സഹയാത്രികൻ, ന്യായീകരണ തൊഴിലാളി എന്നൊക്കെ പറഞ്ഞ് പേര് കൊടുത്ത് ഈ അവതാരകൻ ഉൾപ്പെടെയുള്ള ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ബാക്കിയുള്ള ആളുകൾക്കും കൂടെ ഒത്തുചേരാനായി പല വിരുദ്ധ സാഹചര്യങ്ങളിൽ ഇരുന്ന് കൊടുക്കുന്ന ആളാണ് ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന് ഞാൻ വസീഫിന് ഒരു മറുപടി കൊടുക്കേണ്ടി വന്നു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നിനും ഞാൻ മറുപടി കൊടുത്തു. അപ്പൊ ഈ തരത്തിൽ വളരെ വലിയൊരു ദശാസന്ധിയിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് ശ്രീജിത്ത് പണിക്കർ ഇത്രയും വലിയൊരു ചോദ്യം എന്നോട് ചോദിച്ചത്. താങ്കൾ ഇങ്ങനെ ഒരു ദശാസന്ധിയിലാണെങ്കിൽ വീടുകളിൽ പോകുന്ന CPM നേതാക്കളുടെ ഗതി എന്താകും? ഇതിനെല്ലാം മറുപടി പറഞ്ഞല്ലേ പറ്റൂ. ഞാനെന്നല്ല പിന്നെ മഞ്ജുഷേ, ഈ ഇടത് നിരീക്ഷകർ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുത്തിയിരിക്കുന്ന എല്ലാ ആളുകളും ദശാസന്ധിയിലല്ലേ? കാരണം വസീഫ് ചോദിച്ച അടുത്ത ചോദ്യം, നിരീക്ഷകൻ പാർട്ടിക്ക് അകത്താണോ പുറത്താണോ, ഇതായിരുന്നു അടുത്ത ചോദ്യം. അപ്പോ അതിന് ഞാനൊരു മറുപടി പറഞ്ഞു. ആ മറുപടി കേൾക്കുമ്പോ യഥാർത്ഥത്തിൽ ഇതിനുള്ള ഉത്തരം ശ്രീജിത്ത് പണിക്കറിന് കിട്ടും. അതിന്റെ മറുപടി ഇതായിരുന്നു: കയ്യൂരും കരിവെള്ളൂരും പുന്നപ്പുറയിലും വയലാറിലും ജീവൻ ത്യജിച്ചവരും സമരത്തിൽ ത്യാഗം അനുഭവിച്ചവരും പങ്കെടുത്തവരും ഈ പാർട്ടിക്ക് അകത്താണോ പുറത്താണോ? ഇതാണ് ഞാൻ ചോദിച്ച അതിന്റെ മറുപടി. ഈ മറുപടിയിൽ നിന്ന് എല്ലാത്തിന്റെയും മറുപടി ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് ശ്രീ പ്രജി എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ നിരീക്ഷകരായിട്ടുള്ള ആൾക്കാർ ഒരു AKG സെന്റർ സന്ദർശനം, ഒരു ഗൃഹസമ്പർക്കം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരും കൂടെ കൂട്ടായിട്ട് ചെന്ന് നിങ്ങൾ ആരാണ് എന്ന് അവിടെ വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: ശ്രീജിത്തെ, പ്രതിഫലയിച്ച തീരെ ഇല്ലാത്ത ഇപ്പോഴത്തെ വിപ്ലവ സിംഹങ്ങളായ ശോഭന ജോർജ്, ഷാഹിദ കമാൽ, P സരിൻ, PS പ്രശാന്ത്, OK വാസു, KP അനിൽകുമാർ, MV നികേഷ് കുമാർ, MR മുരളി, ഭീമൻ രഘു എന്നിവർക്ക് വിപ്ലവ അഭിവാദനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത്. ഞാൻ ജനിച്ചപ്പോ തൊട്ട് തന്നെ ഈ പാർട്ടിയായി ജനിക്കുകയും എന്നത് എങ്ങനെ ഈ പാർട്ടിയായി ജനിക്കുമെന്ന് ശ്രീജിത്തിന് ചിലപ്പോൾ ഒരു സംശയം തോന്നും. അതായത് അതുപോലെയുള്ള ഒരു പശ്ചാത്തലത്തിൽ, ആ കുടുംബ പശ്ചാത്തലത്തിൽ ജനിക്കുകയും അങ്ങനെ ഒരു പാർട്ടി കുടുംബത്തിൽ ജീവിക്കുകയും അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയോടുള്ള കമ്മിറ്റ്മെന്റിന്റെയും സ്നേഹത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇപ്പോഴും ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുകയും ചെയ്യുന്ന ഞങ്ങളോടാണ് വസീഫ് ചോദിച്ചത്, ഈ ഇടത് നിരീക്ഷകൻ എന്ന് പറയുന്ന പട്ടം ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന്.
എനിക്ക് തോന്നിയത് ഇതാണ്, ഇതുപോലെ ശ്രീജിത്തിനെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഈ തരത്തിൽ പാർട്ടി കുടുംബങ്ങളിൽ ജനിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനം കോളേജുകളിലും സ്കൂളുകളിലും നടത്തുകയും ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ കെടാതെ ഈ പാർട്ടിയോടുള്ള കൂറും സ്നേഹവും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വരുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾ കേരളത്തിൽ ഇപ്പോഴും ഈ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ അടിത്തറ. ശരി, ഒരു കാര്യം കൂടി, അല്ല ഈ വസീഫ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ട്, അല്ലല്ല താങ്കൾക്ക് ഇടത് നിരീക്ഷകൻ, CPM സഹയാത്രികൻ, ഇടത് സഹയാത്രികൻ എന്ന ലേബലിൽ നിന്ന് രാഷ്ട്രീയ നിരീക്ഷകനായി രൂപാന്തരം പ്രാപിക്കാനാണ് ഇനി താല്പര്യം, അല്ലേ? അതുകൊണ്ടാണല്ലോ അതിന് ആ പട്ടം താങ്കൾ ഇപ്പോൾ സ്വയം ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്കൊരു പ്രൊമോഷൻ വേണം, അത് ഈ ഇടത് നിരീക്ഷകൻ എന്ന് ദയവായി എഴുതി കാണിക്കരുത്. കാരണം നമ്മുടെ ഈ പാർട്ടിയുടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ചോദിക്കുന്നത്, നിരീക്ഷകൻ പാർട്ടിക്ക് അകത്താണോ പുറത്താണോ? റജി ലൂക്കോസ് പോയിട്ടുണ്ടെങ്കിൽ റജി ലൂക്കോസിന്റെ രാഷ്ട്രീയ പാപ്പരത്വത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം ഇടതുപക്ഷ നിരീക്ഷകർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാർട്ടിയായി ജീവിക്കുകയും പാർട്ടിയായി തുടരുകയും പാർട്ടിക്ക് വേണ്ടി ഇവിടെ വന്നിരുന്ന മുഴുവൻ ആളുകളുടെയും വിമർശനങ്ങൾക്ക് വിധേയരാകുകയും ഒക്കെ ചെയ്യുന്ന പാവപ്പെട്ട ഇടത് നിരീക്ഷകരെ എന്തിനാണ് ഇങ്ങനെ അപമാനിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ശരി, അത് വസീഫാണ് അപമാനിച്ചത്. ശരി, വസീഫിനുള്ള മറുപടിയാണ് പ്രിജി ഇവിടെ നൽകിയത് ന്യൂസ് 18-ലൂടെ. നേരത്തെ അദ്ദേഹം ഫേസ്ബുക്കിൽ കാര്യങ്ങൾ വിശദീകരിച്ചതുമാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.